ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും പല ഡെഫിനിഷനാണ്. വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളായിരിക്കും. ചിലർക്ക് നല്ലൊരു ജോലി നേടിയെടുക്കലായിരിക്കും രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട്. അവർ പറയും, അവന് നല്ലൊരു ജോലി കിട്ടി, അവനെന്തായാലും രക്ഷപ്പെട്ടു. വേറെ ചില ആളുകൾക്കാണെങ്കിൽ നല്ലൊരു വിവാഹം കഴിക്കുന്നതായിരിക്കും ജീവിതത്തിൽ രക്ഷപ്പെടുക എന്ന് പറയുന്നത്. അവന് നല്ലൊരു പെണ്ണിനെ കിട്ടി, അവൻ്റെ ജീവിതം എന്തായാലും രക്ഷപ്പെട്ടു, അങ്ങനെ പറയുന്ന ആളുകളുമുണ്ട്. ഇനി മറ്റൊരു കാറ്റഗറി ആളുകൾക്കാണെങ്കിൽ ഒരുപാട് സ്വത്തുണ്ടാകുക, നല്ല പണം സമ്പാദിക്കുക, ധനികനാകുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിലെ രക്ഷപ്പെടൽ. അവർ പറയും, അവന് കോടികളുടെ ആസ്തിയുണ്ട്, പിന്നെന്ത് വേണം, അവൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓരോ വ്യക്തിക്കും ഓരോ ചിന്താഗതികളും കാഴ്ചപ്പാടുകളുമാണ് ജീവിതത്തിൽ രക്ഷപ്പെടുന്നതിനെ കുറിച്ച്. നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഞാൻ പേഴ്സണലി എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുറേയധികം ആളുകളുടെയെങ്കിലും ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന കുറച്ച് നിമിഷങ്ങളായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് ചിലവഴിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള രക്ഷപ്പെടലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ വരുന്നത് ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവുക എന്നുള്ളത് തന്നെയാണ്. ഫിനാൻഷ്യലി സക്സസ്ഫുൾ ആവണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. സാമ്പത്തികമായ ഒരു അച്ചടക്കം ഇല്ലാത്ത ആൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. അയാൾക്കിനി എത്ര പൈസ വന്നാലും അതെല്ലാം പല വഴിക്ക് പോവുകയും അയാൾക്കൊരു സമ്പാദ്യം ഉണ്ടാവില്ല. കുറേ ജോലി ചെയ്യുന്നുണ്ടാവും, കുറേ പൈസ കിട്ടുന്നുണ്ടാവും, അതുപോലെ തന്നെ പൈസ പോകുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നമുക്കൊരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, ഫിനാൻഷ്യൽ പ്ലാനിങ് ഉണ്ടായിരിക്കണം. നേരത്തെ പല വീഡിയോകളിലും പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ആദ്യത്തെ ഒരു പടിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നുള്ളത്, സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ, ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നന്നായി സമ്പാദിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് ഒക്കെ എടുത്തു വെക്കുക എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും ആണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയായിരിക്കും. ടേം ഇൻഷുറൻസ് എന്താണെന്ന് അറിയാത്ത ആളുകൾക്കായിട്ട് ഞാൻ ലൈറ്റായിട്ടൊന്ന് വിശദീകരിക്കാം. ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത് ചെറിയൊരു തുക മാസം പ്രീമിയമായിട്ട് അടച്ച് പോളിസി കാലയളവിൽ നമുക്ക് എന്തെങ്കിലും ജീവഹാനി സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ നോമിനിക്ക് വലിയൊരു തുക കവറായി ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പ്ലാനുകളാണ് ടേം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ മാസം വെറും 685 രൂപ എന്ന് പറയുന്ന ചെറിയൊരു തുക മുതൽ പ്രീമിയം തുടങ്ങി 2 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓഫ്ലൈൻ മാർക്കറ്റിനേക്കാളും 10% വരെ ഡിസ്കൗണ്ടിൽ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള 51-ലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ടേം ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് എന്തായാലും ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടില്ലാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ചില കാര്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിസിഷൻസ്, നമ്മുടെ തീരുമാനങ്ങൾ ബേസ് ചെയ്തിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഭാവിയിൽ എന്ത് സംഭവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമായിരിക്കും. ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകളെ ഫോളോ ചെയ്താൽ, ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾ എടുക്കുന്ന പോലെയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കഷ്ടപ്പെടാൻ മനസ്സുള്ളവൻ എന്നും വിജയിച്ചിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. പല ആളുകൾക്കും പല ടൈം ആയിരിക്കുമെന്നേ ഉള്ളൂ. ചില ആളുകൾ 1 വർഷം കൊണ്ട്, ചില ആളുകൾ 6 മാസം കൊണ്ട്, ചില ആളുകൾക്ക് 5 വർഷം എടുത്തേക്കാം, ചില ആളുകൾ 10 വർഷം വരെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കാം. 11ാമത്തെ വർഷമായിരിക്കും ഈ 10 വർഷത്തിൻ്റെ എല്ലാം കൂടി ആ ഒരു റിസൾട്ട് അയാൾക്ക് കിട്ടുന്നത്. പക്ഷേ സംവേർ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ആ ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് ഇന്ന് വേണം, ഞാൻ ഇന്ന് കഷ്ടപ്പെട്ടു, നാളെ എനിക്ക് റിസൾട്ട് വേണം, അല്ലെങ്കിൽ മറ്റന്നാൾ റിസൾട്ട് വേണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ, ഞാൻ ഇത്ര ചെയ്തു എനിക്ക് നാളെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർ ചിലപ്പോൾ അവിടെ കൊണ്ട് പിന്മാറിയേക്കാം. എന്നിട്ട് എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ലക്കില്ല എന്നൊക്കെ ചിലപ്പോൾ അവർ പറയുന്നുണ്ടാവും. പക്ഷേ അതിലൊന്നും യാതൊരു കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു ടൈമുണ്ട്. ആ ടൈം വരുമ്പോൾ നമ്മൾ വർക്കിംഗ് അല്ല, നമ്മൾ അതിനുവേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബെസ്റ്റ് ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അതായത് ഒരു കുഴിയിൽ വീണ് കിടക്കുന്ന ആൾ, അയാൾ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും അതുവഴി ഒരു വഴിയാത്രികനോ ആരെങ്കിലോ പോകുന്നത്, ഇയാളെ രക്ഷപ്പെടുത്താനായിട്ടൊരു കയറിട്ട് കൊടുക്കുന്നു. ഈ കയറിട്ട് കൊടുക്കുന്ന സമയത്ത് ഇയാൾ മുകളിലേക്ക് പിടിച്ചു കയറാൻ ശ്രമിക്കുന്നില്ല. അതിനു മുമ്പ് ഞാൻ കുറേ ശ്രമിച്ചു, അപ്പോൾ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല, അതുകൊണ്ട് ഞാനിനി ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയാണെങ്കിൽ അയാൾ ജീവിതകാലം മുഴുവൻ ആ കുഴിയിൽ തന്നെ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും മുകളിൽ നിന്ന് ഒരാൾ നമുക്കൊരു കയറിട്ട് തരുന്നത്. അപ്പോൾ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ആ ഒരു അവസരം വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ശ്രമിച്ചിട്ട് അത് നടക്കുന്നില്ല എന്ന് കരുതി നമ്മൾ ആ പരിശ്രമം ഉപേക്ഷിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ പരാജയപ്പെടുന്നത്. ഇനി പരിശ്രമം ഉപേക്ഷിക്കാം,
അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കാര്യം, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്തു, ആ ബിസിനസ് വർക്കൗട്ട് ആകുന്നില്ല, ആ ബിസിനസ് സ്ട്രാറ്റജി വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ബിസിനസ് നമുക്ക് ഉപേക്ഷിക്കാം. അല്ലാതെ ബിസിനസ് എന്ന് പറയുന്ന സാധനമേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്ന സാധനമേ ഉപേക്ഷിക്കണമെന്നല്ല. നമ്മളൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കുന്നു, അത് വർക്കൗട്ട് ആകുന്നില്ല, അടുത്ത കാര്യം ശ്രമിക്കുക. കാരണം ചിലപ്പോൾ അത് നമുക്ക് യോജിച്ച ബിസിനസ് ആയിരിക്കില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് തെറ്റാണ് വരുത്തിയതെന്ന് മനസ്സിലാക്കി അടുത്ത കാര്യത്തിൽ നമ്മൾ ആ തെറ്റ് തിരുത്തി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്ന കുറച്ച് കോട്ട്സ് ഉണ്ട്. ഇപ്പോൾ അതിലൊരെണ്ണം നോക്കുകയാണെങ്കിൽ നെപ്പോളിയൻ ഹില്ലിൻ്റെ ഒരു കോട്ടുണ്ട്. ഞാൻ എൻ്റെ വീടിൻ്റെ സ്റ്റെയർ സൈഡ് വോളിലത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ആ കോട്ട് ഇങ്ങനെയാണ്: ഇഫ് യു കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ്, ഡു സ്മോൾ തിങ്സ് ഇൻ എ ഗ്രേറ്റ് വേ. അതായത് നിങ്ങൾക്ക് വലിയ വലിയ മഹത്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുക. ഇപ്പോൾ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു കോട്ടാണത്. കാരണം പല ആളുകളും ജീവിതത്തിൽ എക്സ്ക്യൂസസ് വെച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത് ചെയ്തേനെ, എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്തേനെ, എനിക്ക് ഇന്ന സാധനമില്ല, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിലൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയുള്ള പല പല തരത്തിലുള്ള എക്സ്ക്യൂസസ് ഉള്ള ആളുകളാണ് പലരും. അപ്പോൾ അങ്ങനെയുള്ള എക്സ്ക്യൂസസിനെ നമ്മൾ ആദ്യം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുക. ഈ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമില്ലാത്തൊരു ഗാർബേജ് ബാഗേജ് നമ്മുടെ പുറത്ത് തൂക്കിയിടുന്ന പോലെയാണ്. ഈ ബാഗേജ് ഉണ്ടെങ്കിൽ, ഇത്രയും നമ്മുടെ വെയിറ്റ് കൂടാതെ ഈ അനാവശ്യമായിട്ടുള്ള ബാഗേജും കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് പിടിച്ച് മുകളിലേക്ക് കയറാൻ സാധിക്കില്ല. നമ്മൾ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ ഈ വെയിറ്റ് നമ്മൾ താഴേക്കായിരിക്കും വലിക്കുന്നത്. സോ ആ ബാഗേജ്, ആവശ്യമില്ലാത്ത ആ ഒരു ചങ്ങല പോലെയാണ്, നമ്മളെ താഴേക്ക് പിടിച്ച് വലിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തളച്ചിടുന്ന ഒരു ചങ്ങല പോലാണ് ഈ എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ആ ബാഗേജ് ആദ്യം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആവും, നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു യൂട്യൂബ് വീഡിയോ തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെന്നിരിക്കട്ടെ. പെട്ടെന്ന് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറയാം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങളുടെ മനസ്സ് ബേസിക്കലി അലസമാണ്. സോ ആ മനസ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു എക്സ്ക്യൂസാണ്, എനിക്ക് ക്യാമറയില്ല, എനിക്കല്ലെങ്കിൽ നല്ല മികച്ച മൊബൈൽ ഫോണില്ല, എനിക്ക് നല്ല മൈക്കില്ല, ഇങ്ങനെയുള്ള പല എക്സ്ക്യൂസസും പറയും. ഇതൊന്നുമില്ല, ഞാൻ തുടങ്ങിയിട്ട് എന്തിനാണ്. അപ്പോൾ ആ ഒരു എക്സ്ക്യൂസാണ് ഈ പറയുന്ന ബാഗേജ്. അത് നിങ്ങളുടെ ഡ്രീമിലേക്ക് പോകുന്നതിൽ നിന്ന് പുറകിലേക്ക് വലിക്കും. അതേസമയം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇപ്പോൾ ഉള്ളത് അത് വെച്ച് തുടങ്ങുക. അത് വെച്ച് തുടങ്ങി പതുക്കെ അത് വെച്ച് കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പതുക്കെ ഒരു അപ്ഗ്രേഡ് ലഭിക്കാനുള്ള സാധ്യത കിട്ടും. അങ്ങനെ പതിയെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകുക. ഞാൻ ഫസ്റ്റ് ടൈം യൂട്യൂബ് ചാനൽ തുടങ്ങിയ പ്രൊഫഷണൽ ക്യാമറയൊന്നും വെച്ചല്ല. ഞാൻ ഈ വ്ളോഗിങ് എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് 2019 2019 എൻ്റെ 2 മൊബൈൽ ഫോൺസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് iPhone 7 Plus മറ്റൊന്ന് Redmi Note 8 Proയും. അപ്പോൾ ഈ iPhone 7 Plus ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അതിനകത്ത് മെമ്മറി കുറവാണ്. എന്തോ 32 GB എന്തോ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി എന്ന് പറയുന്നത്. സോ ഞാൻ എൻ്റെ Redmi Note 8 Proയിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയത്. അതും ബോയാടൊരു ലേപ്പൽ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പ്രശ്നം എനിക്ക് നല്ല ക്യാമറയോ നല്ല മൈക്കോ ഇല്ലാത്തതാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. ആ ക്യാമറയോ മൈക്കോ അല്ലായിരുന്നു എൻ്റെ പ്രശ്നം എൻ്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മയായിരുന്നു. ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇടുന്നത്. അപ്പം ഞാൻ ഇടുന്ന ഈ വീഡിയോയ്ക്ക് പ്രതീക്ഷിച്ച പോലെ ആരും കാണാതാകുമ്പോൾ എനിക്ക് നെഗറ്റീവ് അടിക്കും. ഞാൻ പിന്നെ ഒരു 1-2 മാസത്തേക്കൊന്നും ചെയ്യില്ല. പിന്നെ കഴിഞ്ഞ് വീണ്ടും ഒരു ആഗ്രഹം വരും, വീണ്ടും ചെയ്യും. അപ്പോൾ എൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് എനിക്ക് കൺസിസ്റ്റൻസി ഇല്ലാതിരുന്നതാണ്. അല്ലാതെ എൻ്റെ ക്യാമറയുടെ പ്രശ്നമോ എൻ്റെ മൈക്കിൻ്റെ പ്രശ്നമല്ല. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ചെയ്തില്ല. കൺസിസ്റ്റൻസിയാണ് അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കാര്യം നേടാൻ നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. യൂട്യൂബിൻ്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ മിനിമം ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് 100 വീഡിയോ ചെയ്യും. ആഴ്ചയിൽ ഒരു 3 വീഡിയോ വെച്ച് ചെയ്ത് മിനിമം ഒരു 100 വീഡിയോ ചെയ്യും. എന്നിട്ടും ഇത് നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കും. അവിടെയാണ് അടുത്ത പോയിന്റ് വരുന്നത്. ഒരു ടൈം പീരീഡ് കൊടുക്കുക. ജീവിതകാലം മുഴുവൻ നടക്കാത്തൊരു കാര്യത്തിനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഏതൊരു കാര്യവും നമ്മൾ ശ്രമിച്ചു നോക്കുക. ആ ശ്രമിക്കുന്നതിന് ഒരു ടൈം പീരീഡ് കൊടുക്കുക. ഇത്ര നാൾ ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ യൂട്യൂബിൻ്റെ കേസ് ആണെങ്കിൽ മിനിമം ഒരു 50 വീഡിയോ അല്ലെങ്കിൽ 100 വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവരെ ഞാൻ ശ്രമിക്കും. 100 വീഡിയോ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഞാനിത് ഉപേക്ഷിക്കും. വീണ്ടും ഞാൻ എൻ്റെ സമയം ഇതിനു വേണ്ടി പാഴാക്കില്ല. അല്ല, സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ, നല്ലൊരു സിനിമാ നടനാകാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന ആളാണെന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ടൈം പീരീഡ് കൊടുക്കുക. 3 വർഷം 2 വർഷം ഞാൻ ഇതിനു വേണ്ടി ശ്രമിക്കും. എന്നിട്ട് ഈ ഒരു ടൈം പീരീഡിൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ നടന്നില്ലെങ്കിൽ ഞാനിത് വിട്ടിട്ട് മറ്റു കാര്യങ്ങളിലേക്ക്, എൻ്റെ ജീവിതം മുഴുവൻ ഇതിനായിട്ട് പാഴാക്കാൻ സാധിക്കില്ല, ഞാനിത് വിട്ടിട്ട് മറ്റൊരു കാര്യത്തിനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ലക്ക് എവിടെയാണ്, നമുക്ക് എവിടെയാണ് ചിലപ്പോൾ കഴിവിരിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പല ആളുകൾക്കും പറ്റിക്കൊള്ളണം എന്നില്ല. ചില ആളുകൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ മനസ്സിലാവും അവരുടെ പാത്ത് എന്നാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കമൽഹാസൻ,
അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു സിനിമാ നടനായ ആളാണ്. അപ്പോൾ അദ്ദേഹം അത്രയും ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗ്ഗം എന്താണ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്ത് എന്താണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലും. ഒരു ബിസിനസ് നിങ്ങൾ തുടങ്ങി, ആ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ബിസിനസ് നഷ്ടത്തിൽ പോകുന്നു, നിങ്ങൾ വീണ്ടും പുറത്തുനിന്ന് പൈസ എടുത്ത് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ വലിയൊരു കുഴിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. സങ്ഷിപ്പ് ഫാലസി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുങ്ങുന്ന കപ്പലിൻ്റെ ഒരു കാര്യമാണ്. അതായത് നമ്മൾ നഷ്ടത്തിൽ പോകുന്ന ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും 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 പുറത്തുനിന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നാളെ രക്ഷപ്പെടും, മറ്റന്നാൾ രക്ഷപ്പെടും എന്ന് കരുതി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഫിക്സഡ് ബഡ്ജറ്റ് വെക്കുക, അത് കഴിഞ്ഞ് അത് പറ്റുന്നില്ലെങ്കിൽ അവിടെ കൊണ്ട് അത് വിട്ടേക്കുക, അടുത്ത കാര്യം നോക്കുക. മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ട്രൂ ഇൻട്രസ്റ്റ്. നിങ്ങളുടെ ശരിക്കുള്ള ടേസ്റ്റ് എന്താണ്, നിങ്ങളുടെ ശരിക്കുള്ള കഴിവ് എന്താണെന്ന് തിരിച്ചറിയുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ആളുകൾക്കും പല തരത്തിലുള്ള കഴിവുകളായിരിക്കും. ഇപ്പോൾ എനിക്കുള്ളൊരു കഴിവായിരിക്കില്ല നിങ്ങൾക്കുള്ളൊരു കഴിവായിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. സോ നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു പാത്തിൽ വേണം നമ്മൾ പോകാൻ. ഇപ്പോൾ നന്നായി പാടാൻ കഴിവുള്ള ഒരാളെ പിടിച്ചിട്ട് 100 കിലോ വെയിറ്റ് ചുമക്കുന്ന ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും. അതിനർത്ഥം അയാൾ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നല്ല. അതുപോലെ തന്നെ നന്നായി വെയിറ്റ് ചുമക്കുന്ന ഒരാളെ പിടിച്ചിട്ട് അയാളെ കൊണ്ട് പാട്ട് പാടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അതിനുള്ള കഴിവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം അതിനും അർത്ഥം അയാൾ യൂസ്ലെസ് ആണെന്നല്ല. എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും ഒരു കഴിവ് അവർക്കുണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിച്ച് അതിനെ പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് മൈൻഡ് എപ്പോഴും ക്ലിയർ ആയി വെക്കുക എന്നുള്ളത്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മൈൻഡ് ക്ലിയറായി സൂക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പോയിന്റിൽ തന്നെ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ക്ലിയർ ആയിട്ടുള്ളൊരു മൈൻഡിൽ അല്ലെങ്കിൽ എപ്പോഴും കാം ആൻഡ് ക്വയറ്റായിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു മനസ്സിൽ മാത്രമേ നല്ല ആശയങ്ങളുണ്ടാവൂ, നല്ല നല്ല ചിന്താഗതികളുണ്ടാവൂ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ഉണ്ടാവും. സോ നമ്മുടെ മനസ്സിന് അനാവശ്യമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നൽകുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. ഇൻ കേസ് അതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി, ചില റിലേഷൻഷിപ്പുകളൊക്കെ ഭയങ്കര ടോക്സിക് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്നിരിക്കട്ടെ. സോ നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ നിങ്ങളുടെ ജീവിതത്തിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അല്ലാതെ നിങ്ങളെ എപ്പോഴും ഇമോഷണലി ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ എപ്പോഴും നിങ്ങളെ ഇമോഷണലി വീക്ക് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാവാൻ പാടില്ല. ഇപ്പോൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ ജീവിതത്തിലുള്ളെങ്കിൽ നമുക്കൊരിക്കലും സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കില്ല, നമുക്കൊരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല. സോ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയാൽ മാത്രമേ നിങ്ങളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടുള്ളൂ. ഇപ്പോൾ നിങ്ങളെ സ്ഥിരമായി മെൻ്റലി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക, അതായത് നിങ്ങൾ അവരെ കെയർ ചെയ്ത് അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ നിങ്ങളോട് അകൽച്ച കാണിക്കുക, നിങ്ങളോട് മോശമായിട്ട് പെരുമാറുക, എന്നാൽ ഇത് വേണ്ട എന്ന് കരുതി നിങ്ങൾ വിട്ടുപോകാൻ നിൽക്കുമ്പോൾ വീണ്ടും അടുത്ത് വരിക, സ്നേഹത്തോടെ പെരുമാറുക, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള ആളുകളുടെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ അവിടെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒരാൾ എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. സോ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായാലും നിങ്ങളുടെ സുഹൃത്തുക്കളായാലും അങ്ങനെയുള്ള ആളുകളെ അവരിനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ, അങ്ങനെയുള്ള ആളുകളെ അകറ്റി നിർത്താൻ ഒരു ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. നേരത്തെ നമ്മൾ എക്സ്ക്യൂസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ജീവിതത്തിൽ അനാവശ്യമായിട്ടുള്ളൊരു ബാഗേജാണ് ഇങ്ങനെയുള്ള ആളുകളെന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് വൈബ് വരുന്ന, നിങ്ങൾക്കൊരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് തരുന്ന ആളുകളെ അടുപ്പിച്ച് നിർത്തുക. അങ്ങനെയുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എക്സ്ട്രാ പുഷായിരിക്കും, ഒരു എക്സ്ട്രാ മൈലേജ് ആയിരിക്കും. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഒരാളെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും, പക്ഷേ അയാൾ വളരെ വലിയൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടായിരിക്കും അയാൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ ആദ്യമേ തന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഒരുപാട് ടീനേജ് ആയിട്ടുള്ള കുട്ടികളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു 18, 19, 20, 21 വയസ്സുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവും. ഒരു റിലേഷൻഷിപ്പിനൊക്കെ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലായിക്കൊണ്ടിരിക്കുന്നൊക്കെ സമയമാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരിക്കും, പക്ഷേ നിങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അകലം കാണിക്കും, നിങ്ങൾ അകന്നു പോകുമ്പോൾ അവർ അടുത്തേക്ക് വന്നിട്ട് കാണിക്കും. നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ ഉദ്ദേശം. നിങ്ങളെ പുറകെ നടത്തിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ അവരുടെ ഉദ്ദേശം. ആൺകുട്ടികളെക്കാളും പെൺകുട്ടികൾക്ക് പൊതുവെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കാരണം ഇത്ര ആളുകൾ എൻ്റെ പുറകെ നടക്കുന്നു എന്ന് പറയുന്ന അവരുടെ ഈഗോയെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളോട് ട്രൂ ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ പുറകെ നടക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പ്രേമിക്കുകയോ നിങ്ങൾ ചെയ്തോ, അതൊന്നും ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല, പക്ഷേ അതല്ല ജീവിതം എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ മറ്റൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന സമയമാവും, എഞ്ചിനീയറിംഗിൻ്റെ ഫൈനൽ ഇയർ ആയിരിക്കും, തേർഡ് ഇയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് പഠിക്കുന്ന സമയമായിരിക്കും.
അപ്പോൾ നിങ്ങളുടെ അങ്ങനെയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ അക്കാഡമിക് ആയിട്ടുള്ള ജീവിതത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രൊഫഷണലായിട്ട് നീങ്ങേണ്ട ഒരു സമയത്തിനോ അത് മോശമായി ബാധിക്കാൻ പാടില്ല. നിങ്ങൾ പ്രേമിക്കേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ നിങ്ങൾ നോക്കുക, ഇങ്ങനെയുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, അതായത് ഇങ്ങനെയുള്ള ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളെ പൊതുവെ ഇട്ടൊന്ന് ചുറ്റിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഹിൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പുറത്തെ വശത്ത് ചെയ്യാനുണ്ട്. സോ ലൈൻ അടിക്കുക അല്ലെങ്കിൽ ഒരു പെണ്ണ് സെറ്റാക്കുക എന്നുള്ളതല്ല ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് മനസ്സിലാക്കുക. അത് ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്, പക്ഷേ അതല്ല ജീവിതം. ഒരു ദിവസം ചിലപ്പോൾ അവർ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും, അടുത്ത ദിവസം നിങ്ങളെ കണ്ട ഭാവം പോലും കാണിക്കില്ല, അടുത്ത ദിവസം വീണ്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപഴകും. അപ്പോൾ അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു ഇമോഷണൽ അടിമയാക്കി മാറ്റുക എന്നുള്ളതാണ്. അവരുടെ ഒരു കെയറും അവരുടെ ഒരു സപ്പോർട്ടും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയർ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആവും. അടുത്ത ദിവസം പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറും, മോന്ത് നിറം മാറുന്ന പോലെ ചിലപ്പോൾ സ്വഭാവം മാറും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വീണ്ടും ഡള്ളായി പോകും. അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺ ആയിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പൊതുവെ അവരുടെ ആ ഒരു ലവിന് വേണ്ടി ക്രേവ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവും. നിങ്ങളൊരു ഇമോഷണൽ അടിമയായിട്ട് മാറും അവരുടെ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് മാറും. അതിനുള്ളൊരു ഇമോഷണൽ സ്റ്റേറ്റ് ഇല്ലാത്ത അവസ്ഥയായി പോകും. സോ അതാണ് ഞാൻ ക്ലിയർ മൈൻഡ് വേണമെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ, നിങ്ങളെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലേക്ക് കൊണ്ടുപോകുന്ന ആളാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇനി എത്ര വലിയ സുന്ദരി ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുള്ള ആളായിക്കോട്ടെ, ആ ഒരു സാധനം വേണ്ട എന്ന് മനസ്സിൽ ആദ്യം ദൃഢമായിട്ട് നിശ്ചയമെടുക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചൂസ് ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണർ, അത് നിങ്ങളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ആയിരിക്കണം. നിങ്ങളെ പുറകിലേക്ക് പിടിച്ചു വലിക്കുന്ന, നിങ്ങളെ ഇമോഷണലി തകർക്കുന്ന ഒരാൾ ഒരിക്കലും ആയിരിക്കരുത്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളെ ഒഴിവാക്കി നിർത്തുക. അത് നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലായാലും നിങ്ങളുടെ ബന്ധുക്കളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരും. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ആളുകൾ അവരൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാക്കില്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകളെ ആദ്യമേ തന്നെ അകറ്റി നിർത്തുക. നമുക്ക് ജീവിതത്തിൽ എല്ലാ ആളുകളോടും സഹകരിച്ച് പോകണം എന്നൊന്നുമില്ല. എല്ലാ ആളുകളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തി ആർക്കും ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും തിരിയാൻ സാധിക്കില്ല. ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കില്ല. കാരണം ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആളുകൾ അവർ ജീവിതത്തിൽ സ്വന്തമായി രക്ഷപ്പെടുകയില്ല, മറ്റുള്ള ആളുകൾ രക്ഷപ്പെടാൻ സമ്മതിക്കുകയില്ല. അവരിങ്ങനെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുക, അവരെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് വളരെയധികം നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആയിരുന്നു, അല്ലെങ്കിൽ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കും. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ചൂടാകും, ഞാൻ ദേഷ്യപ്പെടും, എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വളരെ മോശമായിട്ട് ചിലപ്പോൾ പ്രതികരിക്കും. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാക്സിമം ഒഴിഞ്ഞു മാറി നിൽക്കും. എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ആളുകളെല്ലാം നമ്മൾ ചെന്ന് സന്തോഷിപ്പിക്കുക? അവരോട് നമ്മളെല്ലാ ആളുകളോടും ജീവിതത്തിൽ ഇടപഴകി ജീവിക്കണമെന്നുള്ള ഒരു നിർബന്ധമില്ല. നമുക്ക് ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ വളരെ കുറച്ച് ആളുകൾ മതി. സോ അങ്ങനെ നമുക്ക് സ്ഥിരമായി നെഗറ്റീവ് ഇൻഫ്ലുവൻസ് വരുന്ന ആളുകളുണ്ടെങ്കിൽ ദൂർ രഖോ എന്ന് പറയുന്ന പോലെ അവരിൽ നിന്ന് മാറി നിൽക്കുക, അവരിൽ നിന്ന് വിട്ടു നിൽക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നിങ്ങൾ ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് എന്നായിരിക്കണം. എനിക്ക് ഇന്ന കഴിവുകളുണ്ട്, എനിക്ക് ഇന്ന സാധനങ്ങളുണ്ട്, എനിക്ക് ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട് എന്ന് ആദ്യം ആലോചിക്കുക. സോ അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പോസിറ്റീവ് മൂഡിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് എഴുന്നേക്കാൻ സാധിക്കും. ഒരു ദിവസം നമ്മൾ വേക്കപ്പ് ആകുന്ന ആ ഒരു മൂഡാണ് നമ്മുടെ അന്നത്തെ ദിവസം മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. സോ നല്ലൊരു മൂഡിൽ, നല്ല ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു മൂഡിൽ നിങ്ങൾക്ക് രാവിലെ എഴുന്നേക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് എന്തില്ല, അല്ലെങ്കിൽ തലേ ദിവസം നടന്നൊരു മോശം കാര്യത്തിനെ പറ്റി ആലോചിക്കാതെ ആ ദിവസത്തെ ബാഗേജ് അവിടെ തന്നെ കളഞ്ഞിട്ട് ഒരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെയുണ്ട്, എനിക്ക് നല്ലൊരു കാറുണ്ട്, എനിക്ക് നല്ലൊരു വീടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു സൈക്കിളുണ്ട്, എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾക്കുള്ള എന്ത് വേണമെങ്കിലും, എനിക്ക് നല്ലൊരു മൊബൈൽ ഫോണുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരമുണ്ട്, ആരോഗ്യമുള്ളൊരു മനസ്സുണ്ട്, എന്ത് വേണമെങ്കിലും ആകാം. നിങ്ങൾക്കുള്ള എന്ത് കാര്യമാണോ ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഗ്രേറ്റ്ഫുൾ ആയിട്ട് സന്തോഷത്തോടു കൂടി ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുക. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളുടെ മൂഡ് ആ ഒരു സ്വിങ്ങിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബി ഗ്രേറ്റ്ഫുൾ. നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് സന്തോഷിച്ച് ആ ദിവസത്തെ ഒന്ന് എനർജൈസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളങ്ങനെ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നോ അത്രത്തോളം നല്ല നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഓൺ പാത്ത് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ 10 ആളുകൾ കണ്ടു കഴിഞ്ഞാൽ 10 അഭിപ്രായം പറയും.
പക്ഷെ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോവുക. ഇപ്പോൾ നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ 10 അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ 100 അഭിപ്രായങ്ങൾ പല പല വഴിക്കെന്ന് വരും. അപ്പോൾ അത് കേട്ട് ഡിസ്ട്രാക്റ്റ് ആയി പോകാതിരിക്കുക. നമ്മൾ ചിന്തിക്കുക, അവർ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ, അവർ പറയുന്നത് നല്ലതാണോ മോശമാണോ എന്ന് ചിന്തിക്കുക. നമുക്കൊരു സാമാന്യ ബുദ്ധിയുണ്ട്, അതുകൊണ്ട് ചിന്തിക്കുക. അപ്പോൾ നമുക്കത് തോന്നുകയാണ് ഇല്ല എൻ്റെ പാത്ത് ഇത് തന്നെയാണ്, ഇതാണ് എനിക്ക് ശരിയായിട്ടുള്ള വഴി എന്ന് തോന്നുകയാണെങ്കിൽ ആ വഴിക്ക് തന്നെ പോവുക. 10 ആളുകളുടെ 10 അഭിപ്രായം നമ്മൾ കേൾക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ സാധിക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യവും അല്ലെങ്കിൽ എല്ലാവരും വെറുക്കുന്ന ഒരു കാര്യവും ഇല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു റിമോട്ട് തന്നെ 10 പേര് കണ്ടു കഴിഞ്ഞാൽ 10 അഭിപ്രായമായിരിക്കും ഈ ഒരു റിമോട്ടിനെ കുറിച്ച് പറയുന്നത്. ചില ആളുകൾ പറയും ഇതിന് വലിപ്പം കുറഞ്ഞു പോയി, ചില ആളുകൾ പറയും ഇതിന് വലിപ്പം കൂടിപ്പോയി, കുറച്ചുകൂടെ ബൾക്കി ആയിപ്പോയി, ചില ആളുകൾ പറയും LED-യിൽ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, ചില ആളുകൾ പറയും ലൈറ്റ് ഇല്ലാത്തതാണ് നല്ലത്. അപ്പോൾ പല ആളുകൾക്കും പല അഭിപ്രായമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക. സൊസൈറ്റിയിൽ നമ്മൾ അംഗീകരിക്കപ്പെടണം അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മളെ വേർതിരിച്ച് കാണാൻ പാടില്ല എന്ന് കരുതി ഒരു ഫേക്ക് മാസ്ക് എടുത്തിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നിങ്ങൾ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, സൊസൈറ്റിയിൽ എന്നെ എല്ലാവരും അംഗീകരിക്കണം എന്ന് കരുതി നിങ്ങളൊരു എക്സ്ട്രോവേർട്ടായിട്ട് ഒരുപാട് അഭിനയിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ മൈൻഡിനെ ചിലപ്പോൾ അത് അസ്വസ്ഥമാക്കും. സോ നിങ്ങൾ എന്താണോ അത് സ്വന്തമായി അംഗീകരിക്കുക. നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ലൈഫിലെ എയിം, ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുക. മറ്റുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഫേക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ അഭിനയിച്ച് നമ്മളെ തന്നെ പറ്റിക്കേണ്ട കാര്യമില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മറ്റൊരു കാര്യമാണ് നമ്മൾ മറ്റുള്ള ആളുകളെ പറ്റിക്കാതെ ദ്രോഹിക്കാതെ ഇരിക്കുക എന്നുള്ളത്. നമ്മൾ സന്തോഷമായിട്ടിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മളൊരു വിഷമം ഉണ്ടാക്കാൻ പാടില്ല. സ്ഥിരമായി നമ്മളിൽ തന്നെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുക. ഇന്നലെയുള്ള എന്നെക്കാളും ഇന്നുള്ള ഞാൻ ബെറ്റർ ആക്കും എന്ന് വിശ്വസിക്കുക. അതിനുവേണ്ടി പുതിയ സ്കിൽസ് പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് ഈ പഠനം എന്ന് പറയുന്ന കാര്യം ഒരിക്കലും നിൽക്കുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ മരിക്കുന്നവരെ ഓരോ പുതിയ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, നമ്മുടെ സ്കിൽ സെറ്റ് വളർത്താൻ ശ്രമിക്കുക. സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൻ്റെ കീ എന്ന് പറയുന്നത് സെൽഫ് ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗ്രോത്താണ്. സെൽഫ് ഡെവലപ്മെൻറ്റിലൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ആ ഒരു വളർച്ചയാണ്. ആ ഒരു ഗ്രോത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, നമുക്കൊരു പ്രൈഡ് ഉണ്ടാവും. ഞാൻ ഇത്രയും ചെയ്ത് ഇന്ന കാര്യങ്ങൾ നേടിയെടുത്തു എന്ന് പറയുന്നൊരു കാര്യം. സെൽഫ് ഗ്രോത്ത്, സെൽഫ് ഡെവലപ്മെൻറ്റ്, അതിൽ വർക്ക് ചെയ്യുക. നമ്മൾ സെൽഫ് മെയ്ഡായിട്ട് മാറുക. അങ്ങനെ ജീവിതത്തിൽ വിജയിച്ച് കാണിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളൊരു എക്സാമ്പിളായി മാറുക. നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ പ്രയോജനം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര സ്റ്റേബിൾ ആയിരിക്കും. നമുക്കൊരു സ്റ്റേബിൾ മൈൻഡ് സെറ്റ് ഉണ്ടാവും. നമുക്ക് ആരെയും ഇംപ്രസ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. നമുക്കൊരു സെൽഫ് സ്റ്റെബിലിറ്റി ഉണ്ടാവും. നമുക്ക് എന്തുണ്ട് എന്ന് നമുക്കറിയാം. സോ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എല്ലാവരോടും പെരുമാറാൻ സാധിക്കും. ഏതൊരു സിറ്റുവേഷനും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം പഠിക്കുന്നോ അത്രത്തോളം നമുക്ക് സമ്പാദിക്കാൻ സാധിക്കും എന്നുള്ള കാര്യമാണ്. നമ്മൾ ഓരോ കാര്യവും, ഒരറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ഓരോ കാര്യവും പഠിക്കുമ്പോഴും ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഏൺ ചെയ്യാനുള്ളൊരു മാർഗം കൂടിയാവും. ആ മാർഗം കണ്ടെത്തുന്നത് ഓരോ ആളുകൾ അവരവരുടെ കഴിവനുസരിച്ചായിരിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഫോക്കസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ എന്ത് വിഷമമാണെങ്കിലും നമുക്ക് ആ ഒരു ഫോക്കസ് ചേഞ്ച് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും ഭയങ്കര കാം ആൻഡ് സെറ്റിലായിരിക്കും. അവരുടെ ജീവിതത്തിൽ വരുന്ന ഏതൊരു പ്രശ്നത്തിനെയും അവർക്കൊരു തേർഡ് പേഴ്സൺ വ്യൂവിലൂടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് വലുതായിട്ട് അത് എഫക്റ്റ് ചെയ്യും. നമുക്ക് കാമായിട്ട് ചിന്തിക്കാനുള്ളൊരു അവസരം ഉണ്ടാവില്ല. നമുക്ക് കാമായിട്ട് ചിന്തിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവില്ല. അതേസമയം മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു തേർഡ് പേഴ്സൺ വ്യൂവിൽ കാണാൻ സാധിക്കും. തേർഡ് പേഴ്സൺ വ്യൂവിൽ കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഈ പ്രശ്നത്തെ നീക്കി നിർത്തി ഒരു മൂന്നാമതൊരാൾ എന്ന രീതിയിൽ അവർക്കിതിനെ കാണാനും അതിനെ വിലയിരുത്താനും വളരെ കാമായിട്ടും ക്വയറ്റായിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാനും അത് സോൾവ് ചെയ്യാനും സാധിക്കും. സോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഫോക്കസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ മൈൻഡ് ബൂസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇപ്പോഴുള്ള ഇമോഷണൽ കണ്ടീഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരുപാട് വാതിലുകളുള്ള ഒരു മുറിയിൽ നിങ്ങൾ അടഞ്ഞു കിടക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വാതിലിനെ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ വാതിൽ തുറക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നതിന് പകരം ആ വാതിൽ തുറക്കുന്നില്ല, അടുത്ത വാതിലിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക. അത് പറ്റുന്നില്ല, അടുത്ത വാതിലിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക. സോ ഇങ്ങനെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ പുതിയൊരു ഹോപ്പ് ഉണ്ടാവും. ആ ഒരു തുറക്കാത്ത വാതിലിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു പ്രശ്നവും അതിനെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറ്റ് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു കാര്യം നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുക, അടുത്ത കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ സക്സസ്ഫുൾ ആവും. അതിൽ കിട്ടുന്നൊരു സന്തോഷം നിങ്ങളെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യും, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ ഈ ഒരു കാര്യം ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ സോർട്ട് ഔട്ട് ആവും. അത് നടക്കുന്നില്ല എന്ന് വിചാരിച്ച് അതിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ
ജീവിതത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകും. സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ സാധിച്ചു. ഇനിയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അത് മറ്റൊരു വീഡിയോയിലായിട്ട് ചെയ്യാം. ഇപ്പോൾ തന്നെ ഒരുപാട് വീഡിയോ നീണ്ടുപോയിട്ടുണ്ട്. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ടേം ഇൻഷുറൻസ് പ്ലാൻ്റെ കാര്യം, വെറും 685 രൂപ എന്ന് പറയുന്ന മന്ത്ലി പ്രീമിയത്തിൽ തുടങ്ങി നമുക്ക് 2 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകളുണ്ട്. സോ ഞാൻ ലിങ്ക് കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. So, I hope you find this video helpful. If you like this video, please like, share and subscribe, and please don't forget to enable the bell button. I will see you in my next video. I'm Adil Hussain, signing off.